ആശുപത്രിയിൽ അമ്മയ്ക്കൊപ്പമുണ്ടായിരുന്ന മകന് രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനം. പുനലൂർ താലൂക്ക് ആശുപത്രിയിലായിരുന്നു സംഭവം. സംഭവത്തിൽ രണ്ടാനച്ഛനെ ആശുപത്രി അധികൃതർ പിടികൂടി പോലീസിന് കൈമാറി. ഞാൻ കാപ്പി വാങ്ങാൻ പോയിരുന്നു. കാപ്പി വാങ്ങിയിരുന്നത് അവിടെ എന്നെ അടിക്കാൻ നിൽക്കുന്നു. പെട്ടെന്ന് കൈയും ചുരുട്ടിയിട്ട് എന്നെ എൻ്റെ പുറത്തൂടെ വന്ന് വീണിച്ച് തറയിട്ടിച്ച് അടിച്ചു. ആ ചുണ്ടിലും കയ്യിലും. ആശുപത്രിയിൽ കഴിയുന്ന അമ്മയ്ക്കൊപ്പമുണ്ടായിരുന്ന കൗമാരക്കാരനായ മകന് രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ബുധനാഴ്ചയായിരുന്നു സംഭവം. അമ്മയ്ക്കൊപ്പം കരവാളൂരിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന തിരുവനന്തപുരം സ്വദേശിയായ കുട്ടിക്കാണ് മർദ്ദനമേറ്റത്. രണ്ടാനച്ഛനും തിരുവനന്തപുരം സ്വദേശിയുമായ യുവാവിനെ ആശുപത്രി അധികൃതർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. സ്റ്റീൽ പാത്രം കൊണ്ടുൾപ്പെടെ കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് വാർഡിലുണ്ടായിരുന്നവർ പറയുന്നു. കുട്ടിയെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. ആശുപത്രി അധികൃതർ ചൈൽഡ് ലൈനിൽ വിവരം കൈമാറിയിട്ടുണ്ട്. കുട്ടിയെ നേരത്തെയും ഇയാൾ മർദ്ദിച്ചിട്ടുണ്ടെന്നും നിരന്തരം വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോവുകയും പിന്നീടെത്തി കുട്ടിയെ മർദ്ദിക്കുന്നത് പതിവാണെന്നും അമ്മ പറയുന്നു. ഇപ്പം മോൻ കാപ്പി മേടിക്കാൻ പോയതാണ്. കാപ്പി മേടിക്കാൻ പോയപ്പോഴത്തേക്കും പാത്തിരുന്ന് അടിച്ചത്. കൊച്ചി ഉണ്ടെന്നൊന്നും അറിഞ്ഞില്ലായിരുന്നു. രാവിലെ ഇവിടെ നിന്ന് പോയി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പോയി കൊച്ചിൻ്റെ തുണിയും ബാഗും എല്ലാം കൊണ്ടുപോയിട്ട് 12 മണിക്ക് എപ്പോഴോ വന്നെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. കൊച്ചിന് 4 മണിക്ക് ഇവിടെ കാപ്പിക്ക് ഇട്ടപ്പോഴത്തേക്ക് ഇവിടെ ഓടി വന്ന് കൊച്ചിനെ എൻ്റെ അടുത്തൊക്കെ കൊണ്ട് ഇട്ടപ്പോഴാണ് ഞാൻ അറിയണം ഇയാൾ വന്നിട്ടുണ്ടെന്ന്. ഇത് നിൻ്റെ മോനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പറഞ്ഞു, നിൻ്റെ മോനെ ഞാൻ കൊല്ലും, നിൻ്റെ മോനെ കൊന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് ഇയാൾ കൊച്ചിനെ ഇവിടെ കൊണ്ടിറങ്ങി. ഈ ബാഗൊക്കെ കൊണ്ട് എല്ലാം കണ്ടുപിടിച്ച് ബാഗ് കൊണ്ടിറങ്ങി. കൊച്ചിനെയും കൊണ്ട് 9 മാസമായ കൊച്ചിനെയും കൊണ്ട് ഇറങ്ങിയിട്ട് ഇയാൾ പോയിട്ട് പിന്നെ ഞാൻ അറിയണം കൊച്ചിനെ അവിടെ അടിച്ച് ഈ തൂക്കുപാത്രം വെച്ചാൽ കൊച്ചിനെ മൊത്തം അടിക്കുകയും ഇടിക്കുകയും അവനെ 2 കാലും കൂടെ പിടിച്ച് കൂട്ടിയുടെ കണ്ടവർ പറഞ്ഞ് എൻ്റെ കാലിനെ പിടിച്ച് കൂട്ടി ഇങ്ങനെ അമക്കി വെച്ചിട്ട് അവനെ ഇടിക്കുകയും പാത്രത്തിൻ്റെ വിളക്കൊക്കെ ഇടിക്കുകയും കവാടത്തിലൊക്കെ അടിച്ചെന്ന് അവർ പറയുന്നു. ഞാനൊന്നും കണ്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ.